everyone. Welcome to Psycho Learning. This is Shruti, consultant psychologist. അപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഫോർത്ത് സെമ്മിലുള്ള ഒരു പേപ്പറാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, വിച്ച് ഇസ് ബയോളജിക്കൽ ബേസിസ് ഓഫ് ബിഹേവിയർ. ബയോളജിക്കൽ ബേസിസ് ഓഫ് ബിഹേവിയർ അല്ലെങ്കിൽ ബയോളജിക്കൽ ബേസിസ് ഓഫ് ബിഹേവിയർ എന്ന് പറയുന്നത് ഫിസിയോളജി എന്ന് പറയുന്ന ഒരു പാർട്ട് സൈക്കോളജിയിൽ ഒരിക്കലും നമുക്ക് മാറ്റി നിർത്താൻ പറ്റാത്തൊരു കാര്യമാണ്. കാരണം നമ്മളിപ്പോൾ ഇത്രയും കാലം കുറേ കാര്യങ്ങൾ പഠിച്ചു, അതായത് മെമ്മറി പഠിച്ചു, ലേണിംഗ്, അങ്ങനത്തെ ഒരുപാട് ബിഹേവിയേഴ്സിനെ കുറിച്ച് നമ്മൾ പഠിച്ചു. പക്ഷെ അതൊക്കെ എവിടെ നിന്നാണ് ഒറിജിനേറ്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് നമ്മൾ അങ്ങനെ ബിഹേവ് ചെയ്യാൻ, എന്താണ് അതിന്റെ കാരണം എന്നൊക്കെ പറയുന്നതാണ് ഫിസിയോളജി. അതായത് ഫിസിയോളജി എന്ന് പറയുന്നത് നമ്മുടെ സൈക്കോളജിയുടെ ഒരു മദർ ആയിട്ട് നമുക്ക് പറയാൻ കഴിയും. കാരണം ഫിസിയോളജി, അതായത് ബയോളജിക്കൽ ബേസിസ് എന്ന് പറയുന്നത് അത്രയും തന്നെ ഇമ്പോർട്ടന്റ് ആണ് നമ്മൾക്ക്. ഇനിയിപ്പോ നമ്മൾ എന്ത് കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻസിന് പോവാണെങ്കിലും, അതിപ്പോ CUET ആയാലും നെറ്റ് എക്സാം ആയാലും, എല്ലാത്തിനും നല്ലൊരു വെയിറ്റേജ് ഉള്ള ഒരു സൈക്കോളജിയുടെ ഒരു പാർട്ടാണ് ബയോളജിക്കൽ ബേസിസ് ഓഫ് ബിഹേവിയർ എന്ന് പറയുന്നത്. ഇതിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. നമ്മൾ പണ്ട് +2 സയൻസ് എടുത്തവർക്കൊക്കെ അറിയാം, അല്ലെങ്കിൽ 10th വരെ നമ്മൾ ബ്രെയിനിനെ കുറിച്ച് പഠിച്ചു. അതൊക്കെയാണ് ഇതിൽ പറയുന്നത്. ബ്രെയിൻ, സ്പൈനൽ കോഡ്, നമ്മുടെ ഹോർമോൺസ്, നമ്മുടെ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി ഡീപ്പായിട്ടാണ് നമ്മൾ ഡിഗ്രിയിൽ പഠിക്കുന്നത്. അതിനാറ് ഡീപ്പായിട്ട് നമ്മൾ PGയിൽ പഠിക്കും. സോ സൈക്കോളജിയുടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അതേസമയം കുറച്ച് കൺഫ്യൂസിങ്ങും പഠിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു ടോപ്പിക്കാണ് ബയോളജിക്കൽ ബേസിസ്. ഇതിനോട് നമുക്കൊരു ഇൻട്രസ്റ്റ് ഇല്ലെങ്കിൽ നമുക്ക് പഠിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. കാരണം കുറേ ലൊക്കേഷൻസ്, ഫങ്ഷൻസ്, സ്ട്രക്ചേഴ്സ് ഒക്കെ നമ്മളിതിൽ പഠിക്കേണ്ടതായിട്ട് വരും. അപ്പൊ നമുക്ക് നിങ്ങളുടെ സിലബസിലേക്ക് ഒന്ന് നോക്കുമ്പോൾ 4 മൊഡ്യൂൾസ് ആണ് നിങ്ങൾക്ക് ഈ സിലബസിൽ വന്നിട്ടുള്ളത്. അതിൽ ഫസ്റ്റ് മൊഡ്യൂൾ ഇസ് നെർവസ് സിസ്റ്റം, ആൻഡ് സെക്കൻഡ് മൊഡ്യൂൾ ഇസ് ബ്രെയിൻ ആൻഡ് ബിഹേവിയർ, ആൻഡ് തേർഡ് ഇസ് ഹോർമോണൽ ആൻഡ് ജനറ്റിക് ഇൻഫ്ലുവൻസ് ഓൺ ബിഹേവിയർ, ആൻഡ് ലാസ്റ്റ് വൺ ഇസ് മെത്തേഡ്സ് ആൻഡ് സ്ട്രാറ്റജി ഓഫ് റിസർച്ച്. അതിൽ നെർവസ് സിസ്റ്റം എന്ന് പറയുന്ന ഫസ്റ്റ് മൊഡ്യൂളിൽ ഓൾമോസ്റ്റ് എല്ലാം അവർ കവർ ചെയ്യുന്നുണ്ട്. വാസ്റ്റ് ഏരിയ ആണ് ഫസ്റ്റ് മൊഡ്യൂൾ എന്ന് പറയുന്നത്. നെർവസ് സിസ്റ്റത്തിൽ വരുന്ന എല്ലാം, അതായത് ബ്രെയിൻ, സ്പൈനൽ കോഡ്, ന്യൂറോൺസ്, നമ്മുടെ ആക്ഷൻ പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ സിനാപ്റ്റിക് ട്രാൻസ്മിഷൻ, ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ്, ബ്രെയിൻ പ്ലാസ്റ്റിസിറ്റി, അങ്ങനത്തെ എല്ലാ വിധമായിട്ടുള്ള ടോപ്പിക്സും നിങ്ങൾ ഫസ്റ്റ് മൊഡ്യൂളിൽ കവർ ചെയ്യുന്നുണ്ട്. സെക്കൻഡ് മൊഡ്യൂളിലോട്ട് വരുമ്പോൾ നമുക്ക് അധികം സ്ലീപ്പിനെ കുറിച്ചും ലേണിങ്ങിന്റെ ബയോളജിക്കൽ ബേസിസ്, മെമ്മറിയുടെ ബയോളജിക്കൽ ബേസിസ് ഒക്കെയാണ് സെക്കൻഡ് മൊഡ്യൂളിലേക്ക് പറയുന്നത്. തേർഡ് മൊഡ്യൂളിലേക്ക് വരുമ്പോൾ നമ്മൾ എൻഡോക്രൈൻ ഗ്ലാൻസ്, അതായത് നമ്മുടെ പിറ്റ്യൂട്ടറി, പീനിയൽ, തൈറോയിഡ്, അങ്ങനത്തെ ഗ്ലാൻസും അതിന്റെ ഹോർമോൺസിന്റെയും ഇൻഫ്ലുവൻസസും, ആൻഡ് ലാസ്റ്റ് വൺ നമ്മൾ എങ്ങനെയാണ് നമ്മൾ ബ്രെയിനിനെ പഠിക്കുന്നത്, അതേപോലെ സർജിക്കൽ മെത്തേഡ്സ്, എന്തൊക്കെയാണ് ബ്രെയിനിൽ വരുന്ന ലെഷൻസിനെ ക്യൂർ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡ്സ്, അതൊക്കെയാണ് ലാസ്റ്റ് മൊഡ്യൂളിൽ നമ്മൾ പഠിക്കുന്നത്. സോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഫസ്റ്റ് മൊഡ്യൂളാണ്. ഈ ഫസ്റ്റ് മൊഡ്യൂളിൽ തന്നെ എല്ലാം നമുക്ക് ഒറ്റയടിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല, ബിക്കോസ് അതൊരു വലിയ വാസ്റ്റ് ഏരിയാസ് ആണ് അതിൽ കൊടുത്തിരിക്കുന്നത്. അതിൽ നമ്മൾ 2 ഭാഗം മാത്രമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, അതിൽ ഫസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത് നെർവസ് സിസ്റ്റം ആണ്. നെർവസ് സിസ്റ്റം എന്ന് പറയുന്നത് ഇസ് എ കോംപ്ലക്സ് നെറ്റ്വർക്ക് ഓഫ് നെർവ്സ് ആൻഡ് സെൽസ് ദാറ്റ് ക്യാരി മെസ്സേജസ് ടു ആൻഡ് ഫ്രം ദ ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ് ടു വേരിയസ് പാർട്സ് ഓഫ് ദ ബോഡി. നമ്മുടെ ബ്രെയിനിൽ നിന്നും സ്പൈനൽ കോഡിൽ നിന്നൊക്കെ ഉള്ള ഇൻഫോർമേഷൻസ് ബാക്കിയുള്ള ബോഡീസിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യണം. അതേപോലെ ബാക്കിയുള്ള മസിൽസ്, ബോഡി പാർട്സ്, ഓർഗൻസ് എന്നൊക്കെയുള്ള ഇൻഫോർമേഷൻസ് തിരിച്ച് നെർവസ് സിസ്റ്റത്തിലേക്ക്, മീൻസ് ബ്രെയിനിലേക്ക് എത്തിക്കാനുമുള്ള ഒരു കോംപ്ലക്സ് നെറ്റ്വർക്ക് ഓഫ് നെർവ്സ് ആണ് എന്ത് പറയുന്നത്, നെർവസ് സിസ്റ്റം പറയുന്നത്. നെർവസ് സിസ്റ്റം എന്ന് പറയുന്നത് ഒരുപാട് കാര്യങ്ങൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ നമ്മൾ പറയാൻ പോകുന്ന അതിന്റെ ഡിവിഷൻ ആണ് ഇപ്പോൾ. നെർവസ് സിസ്റ്റം മെയിൻലി ഡിവൈഡ് ചെയ്തിരിക്കുന്നത് സെൻട്രൽ നെർവസ് സിസ്റ്റം ആൻഡ് പെരിഫറൽ നെർവസ് സിസ്റ്റം ആയിട്ടാണ്. ഓക്കെ, ഈ ഒരു ഡയഗ്രാം ഒരു ബേസിക് ആണ്. ഇത് മനസ്സിലാക്കിയാലാണ് ഇനി നമുക്ക് അതിലേക്ക് കൂടുതൽ പോകാൻ പറ്റുള്ളൂ. കാരണം സെൻട്രൽ നെർവസ് സിസ്റ്റം, പെരിഫറൽ നെർവസ് സിസ്റ്റം. നെർവസ് സിസ്റ്റം ഇസ് ഡിവൈഡഡ് ഇൻടു 2 പാർട്സ്. സെൻട്രൽ നെർവസ് സിസ്റ്റത്തിന്റെ അണ്ടറിലാണ് ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ് വരുന്നത്. നമ്മുടെ ഫിസിയോളജിയുടെ മെയിൻ ആയിട്ടുള്ള ഒരു പാർട്ടാണ് ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ് എന്ന് പറയുന്നത്. മെയിൻലി ബ്രെയിൻ, നമ്മുടെ സൈക്കോളജിയിലെ മെയിൻ ആയിട്ടുള്ള ഒരു സാധനം ബ്രെയിനിനെ കുറിച്ച് പഠിക്കുക എന്നുള്ളതാണ്. അത് ഭയങ്കര ഡീപ്പാണ്.
സോ ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡാണ് സെൻട്രൽ നെർവസ് സിസ്റ്റത്തിന്റെ അടിയിൽ വരുന്നത്. ഇനി പെരിഫറൽ നെർവസ് സിസ്റ്റത്തിന്റെ അടിയിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡിൽ ഇൻക്ലൂഡ് ചെയ്യാത്ത എല്ലാത്തരം നെർവും സെൻസറി സ്ട്രക്ചേഴ്സും വരുന്നത് നമ്മുടെ പെരിഫറൽ നെർവസ് സിസ്റ്റത്തിലാണ്. പിന്നെയും ഇത് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, ബ്രെയിനും ഇനിയും ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, ഫോർ ബ്രെയിൻ, മിഡ് ബ്രെയിൻ, ഹിൻ ബ്രെയിൻ എന്നൊക്കെ. നമുക്ക് അതിന് ഡീപ്പായിട്ട് ഇതിലേക്ക് പോകുന്നുണ്ട്. പക്ഷെ നമുക്ക് ഇനി പെരിഫറൽ നെർവസ് സിസ്റ്റം നോക്കാം. പെരിഫറൽ നെർവസ് സിസ്റ്റം രണ്ടാക്കി തരംതിരിച്ചിട്ടുണ്ട്, സൊമാറ്റിക് ആൻഡ് ഓട്ടോണോമിക്. സൊമാറ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വോളണ്ടറി ആയിട്ട് നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന നമ്മുടെ സ്കെലറ്റൽ മസിൽസ്, നമ്മളിപ്പോൾ ഞാൻ കൈ ഉയർത്തുന്നു, കാല് ഉയർത്തുന്നു ഒക്കെ നമ്മൾ വോളണ്ടറി ആയിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യമാണ് സൊമാറ്റിക് നെർവസ് സിസ്റ്റത്തിൽ വരുന്നത്. ഇനി ഓട്ടോണോമിക് നെർവസ് സിസ്റ്റത്തിലേക്ക് വരുമ്പോൾ നമ്മൾ ഇൻവോളണ്ടറി ആയിട്ട് നമ്മൾക്കൊരു കൺട്രോൾ ഇല്ലാത്ത മൂവ്മെന്റ്സിനെയാണ് നമ്മൾ ഓട്ടോണോമിക് നെർവസ് സിസ്റ്റത്തിൽ പറയുന്നത്. അത് വീണ്ടും എന്ത് ചെയ്യുന്നുണ്ട്, രണ്ടാക്കി തരംതിരിച്ചിട്ടുണ്ട്, സിമ്പത്തറ്റിക് ആൻഡ് പാരാസിമ്പത്തറ്റിക്. സിമ്പത്തറ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് റെസ്പോൺസ്. നിങ്ങൾ കേൾക്കാൻ സാധ്യതയുള്ള ഒരു വാക്കാണ് ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് റെസ്പോൺസ് എന്ന് പറഞ്ഞത്. അതായത് ഒരു സ്ട്രെസ് വരുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഹാംഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻ നമ്മൾക്ക് ഉണ്ടാകുമ്പോൾ നമ്മൾ അതിൽ കോൺഫ്രണ്ട് ചെയ്തിട്ട്, അതായത് അതിനായിട്ട് ഫൈറ്റ് ചെയ്യുമോ അതോ അതിൽ നിന്ന് എസ്കേപ്പ് ചെയ്യുമോ എന്ന് പറയുന്ന റെസ്പോൺസ് ആണ് ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് റെസ്പോൺസ് എന്ന് പറയുന്നത്. സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം, ഫോർ എക്സാമ്പിൾ നമ്മളൊരു നായ പേടിയുള്ളവർക്ക് നായനെ കാണുകയാണെങ്കിൽ ഹാർട്ട് ബീറ്റ് കൂടും, അതേപോലെ തന്നെ നമ്മുടെ എന്താ പറയാ സ്വെറ്റ് ചെയ്യും നമ്മള്. അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളാണ് സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റത്തിലേക്ക് വരുമ്പോൾ പറയുന്നത്. ഇനി പാരാസിമ്പത്തറ്റിക് എന്ന് പറയുമ്പോൾ റെസ്റ്റ് ആൻഡ് ഡൈജസ്റ്റ്. അതായത് ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് റെസ്പോൺസസിൽ ഇപ്പൊ കൂടിയ ഹാർട്ട് ബീറ്റ്, കുറഞ്ഞ ഡൈജഷൻ, ഇതെല്ലാം നോർമലാക്കി ഹാർട്ട് റേറ്റ് ഒക്കെ സ്ലോസ് ഡൗൺ ആയിട്ട് പൾസ് റേറ്റ് ഒക്കെ സ്ലോസ് ഡൗൺ ചെയ്ത് വരുന്നതിനാണ് നമ്മൾ പാരാസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം എന്ന് പറയുന്നത്. പെരിഫറൽ നെർവസ് സിസ്റ്റം നമ്മൾ ഇനിയും ഡീപ്പായിട്ട് വരും ടോപ്പിക്സിൽ പഠിക്കുന്നുണ്ട്. നമ്മൾ ഇവിടെ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ന്യൂറോൺസിനെ കുറിച്ചാണ്. ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ന്യൂറോൺസ്, അതിന്റെ ടൈപ്സ്, അതിന്റെ സ്ട്രക്ചർ ഒക്കെയാണ് നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത്. നെക്സ്റ്റ് നമ്മൾ പോകുന്നത് സെൻട്രൽ നെർവസ് സിസ്റ്റത്തിലേക്കാണ്. അതിൽ നമ്മൾ ബ്രെയിൻ ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ബിക്കോസ് ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡും കൂടി ഒരുമിച്ച് ഡിസ്കസ് ചെയ്യാൻ പറ്റില്ല. ബ്രെയിൻ വാസ്റ്റ് ഏരിയ ആണ്, ബ്രെയിൻ ഭയങ്കര ഡെപ്ത് ഉള്ള ഒരു ടോപ്പിക്കാണ്. ഓക്കെ, സോ നമ്മൾ നെക്സ്റ്റ് ന്യൂറോൺസ്, സെൽ ബോഡി, ഡെൻഡ്രൈറ്റ്സ്, ആക്സോൺസ്, ബ്ലഡ് ബ്രെയിൻ ബാരിയർ ആൻഡ് സെർബ്രോ സ്പൈനൽ ഫ്ലൂയിഡ്. ഇതാണ് ഫസ്റ്റ് ടോപ്പിക് ഇൻ ഫസ്റ്റ് മൊഡ്യൂൾ. നെർവസ് സിസ്റ്റം എന്ന ഫസ്റ്റ് മൊഡ്യൂളിലെ ഫസ്റ്റ് ടോപ്പിക് ഇതാണ്. സോ എന്താണ് ന്യൂറോൺസ് എന്ന് പറയുന്നത്? ന്യൂറോൺസ് നമുക്കറിയാം, നമ്മുടെ ബോഡിയിലൊക്കെ സെൽസ് ഉണ്ട്. അങ്ങനെ നമ്മുടെ നെർവസ് സിസ്റ്റത്തിൽ കാണുന്ന സെൽസിനെയാണ് നമ്മൾ ന്യൂറോൺസ് എന്ന് പറയുന്നത്. നമ്മുടെ നെർവസ് സിസ്റ്റത്തിന്റെ ബേസിക് ആയിട്ടുള്ള സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ആണ് ന്യൂറോൺസ് എന്ന് പറയുന്നത്. ഇത് ഇറ്റ് ഈസ് ഡിഫറെന്റ് ഫ്രം അതർ സെൽസ് ബൈ 2 ways. ഇത് എങ്ങനെയാണ് ബാക്കിയുള്ള സെൽസിന് ഡിഫറെന്റ് ആവുന്നത് നമുക്ക് നോക്കാം. ഇതിന് 2 കാര്യങ്ങളുണ്ട്, അതായത് ആക്സോൺസ് ആൻഡ് ഡെൻഡ്രൈറ്റ്സ് ഉണ്ട്. അതിനെക്കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട് നെക്സ്റ്റ് സ്ലൈഡ്സിൽ. ആക്സോൺ ആൻഡ് ഡെൻഡ്രൈറ്റ്സ് എന്ന് പറഞ്ഞ 2 പാർട്സ് ഉണ്ട് ഇതിന്. അതേപോലെ തന്നെ ഇതിന് സെൻട്രോസോം ഇല്ല, എല്ലാ സെൽസിലെയും പോലെ ഇതിന് സെൻട്രോസോം ഇല്ല. അതേപോലെ തന്നെ ഇത് സെൽ ഡിവിഷൻ നടക്കാത്ത ഒരു സെല്ലാണ്. പക്ഷെ ഒരൊറ്റ ബോഡി പാർട്ട്, നമ്മുടെ ബ്രെയിനിന്റെ ഒരൊറ്റ ബോഡി പാർട്ടിൽ സെൽ ഡിവിഷൻ നടക്കുന്നുണ്ട്. പക്ഷെ ഓൾമോസ്റ്റ് അതിന് ന്യൂറോജെനസിസ്, അതായത് സെൽ ഡിവിഷൻ നടക്കുന്നില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, ന്യൂറോൺസ് എന്തിനാണ് മെയിൻലി? ന്യൂറോൺസ് നമ്മുടെ ഇൻഫോർമേഷൻസിന് റിസീവ് ചെയ്ത് അതിനെ ഇന്റഗ്രേറ്റ് ചെയ്ത് ട്രാൻസ്മിറ്റ് ചെയ്യാനാണ് ന്യൂറോൺസ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇൻഫോർമേഷൻസിനെ റിസീവ് ചെയ്ത് അതിനെ ഇന്റഗ്രേറ്റ് ചെയ്തിട്ട് ട്രാൻസ്മിറ്റ് ചെയ്യുക എന്നതാണ് ന്യൂറോൺസിന്റെ ബേസിക് ആയിട്ടുള്ള ഒരു ഫങ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇതാണ് ന്യൂറോൺസ് എന്ന് പറയുന്നത്. ന്യൂറോൺസ് എന്ന് പറയുന്നത് നമ്മുടെ നെർവസ് സിസ്റ്റത്തിന്റെ ബേസിക് ആയിട്ടുള്ള സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ്സ് ആണ് ന്യൂറോൺസ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇനി നമ്മൾ പറയുന്നത് സ്ട്രക്ചർ ഓഫ് ന്യൂറോൺ ആണ്. ഈ ഒരു ഡയഗ്രാം നോക്കി വയ്ക്കുക. ഓൾമോസ്റ്റ് ഞാൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചിരുന്ന സമയത്ത് എനിക്ക് വന്നിരുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു ഈ ഡയഗ്രാം വരയ്ക്കാനായിട്ട്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, ന്യൂറോണിന്റെ ഈ ഒരു ഡയഗ്രാം എന്ന് പറയുന്നത്. സോ അതിൽ സെൽ ബോഡി, ഡെൻഡ്രൈറ്റ്, ആക്സോൺസ്, ഇതാണ് മെയിൻ പാർട്സ് ഓഫ് ദിസ് ന്യൂറോൺ എന്ന് പറയുന്നത്. അതില് ബ്രാഞ്ചസ് ആയിട്ട് നിങ്ങൾ കാണുന്നില്ലേ,
ഈ ബ്രാഞ്ചസ് ആയി കാണുന്നതാണ് ഡെൻഡ്രൈറ്റ്സ് എന്ന് പറയുന്നത്. എന്നിട്ട് അതിന്റെ നടുക്കിൽ ന്യൂക്ലിയസ് ഉണ്ട്. എന്നിട്ട് ആ ന്യൂക്ലിയസ് ഉള്ള ആ ബോഡിയെ നമ്മൾ സെൽ ബോഡി എന്ന് വിളിക്കും. സെൽ ബോഡിയെ അതേപോലെ തന്നെ നമ്മൾ സോമ എന്നും കൂടി വിളിക്കും. പിന്നെ ആ അവിടുന്ന് തൊട്ട് ലാസ്റ്റ് വരെ വരുന്ന ആ ഒരു ലോങ് ട്യൂബിനെയാണ് നമ്മൾ ആക്സോൺസ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് അതിലേക്ക് പോവാം. ഫസ്റ്റ് നമ്മൾ സെൽ ബോഡിയെ കുറിച്ച് പറയാം. സെൽ ബോഡി ഇറഗുലർ ഇൻ ഷേപ്പിലാണ്. ഓൾമോസ്റ്റ് എല്ലാ സെൽസും പോലെ തന്നെ സെൽ ബോഡി ഇറഗുലർ ആയിട്ടുള്ള ഷേപ്പിൽ തന്നെയാണ് ഇവിടെ ഉള്ളത്. ഇതിന് ബാക്കി എല്ലാ സെൽസിലെ പോലെ തന്നെ മാസ് ഓഫ് സൈറ്റോപ്ലാസം ഉണ്ട്. അതിന് ന്യൂറോപ്ലാസം എന്നാണ് നമ്മൾ പറയുന്നത്. അതേപോലെ ആ സൈറ്റോപ്ലാസം അല്ലെങ്കിൽ ന്യൂറോപ്ലാസം കവർ ചെയ്തിരിക്കുന്നത് സെൽ മെംബ്രെയിൻസ് ആണ്. ദെൻ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ന്യൂക്ലിയസ് ഉണ്ട്. അതേപോലെ ആൻഡ് മച്ച് ഓഫ് ദ മിഷനറി ദാറ്റ് പ്രൊവൈഡ്സ് ഫോർ ദ ലൈഫ് പ്രോസസ് ഓഫ് സെൽസ്. സെൽസിന്റെ ലൈഫ് പ്രോസസ്സിന് വേണ്ടിയിട്ടുള്ള ഓൾമോസ്റ്റ് എല്ലാ മെഷീനറീസും പ്രൊവൈഡ് ചെയ്യുന്നത് സെൽ ബോഡിയാണ്. ഓക്കെ, ഇതില് ഈ ന്യൂക്ലിയസ് ഒക്കെ അടങ്ങിയിരിക്കുന്ന ആ ബോഡിയാണ് നമ്മൾ സെൽ ബോഡി അല്ലെങ്കിൽ സോമ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് dendrites. Dendrites are the branches like structures emanating from the soma. അതായത് സോമയിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ഈ ബ്രാഞ്ചസ്, ഈ ട്രീ ലൈക്ക് ബ്രാഞ്ചസിനെയാണ് നമ്മൾ ഡെൻഡ്രൈറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, they are the receiving ends of neurons. അതായത് ഈ ഡെൻഡ്രൈറ്റ്സ് ആണ് ബാക്കിയുള്ള ന്യൂറോൺസിന്റെ അടുത്തുനിന്ന്, ബാക്കി ന്യൂറോൺ സെൽസിന്റെ അടുത്തുനിന്ന് ഇൻഫോർമേഷൻസ് റിസീവ് ചെയ്യുന്ന പാർട്ടാണ് ഡെൻഡ്രൈറ്റ് എന്ന് പറയുന്നത്. അത് ഒരിക്കലും വിട്ടുപോയത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ബാക്കിയുള്ള ന്യൂറോൺസിന്റെ ഇൻഫോർമേഷൻസ് റിസീവ് ചെയ്യുന്ന പാർട്ട് ഓഫ് ന്യൂറോൺ ഏതാണെന്ന് ചോദിച്ചാൽ ദാറ്റ് ഇസ് ഡെൻഡ്രൈറ്റ്സ്. Okay, they receive the incoming neural signals from other neurons and are passed to soma and then to axon. അത് റിസീവ് ചെയ്യും, അടുത്ത ന്യൂറോൺ ഇൻഫർമേഷൻസ് റിസീവ് ചെയ്ത് സോമയിലേക്കും, അതായത് ബോഡി സെൽ ബോഡിയിലേക്കും ദെൻ ആക്സോണിലേക്കും പാസ് ചെയ്യുന്നത് ഡെൻഡ്രൈറ്റ് ആണ്. ഓക്കെ, ഇതിൽ വേറൊരു ഭാഗം കൂടി പറയുന്നുണ്ട്, സിനാപ്സ്. സിനാപ്സ് നമുക്ക് ആക്സോൺ കഴിഞ്ഞിട്ട് സിനാപ്സിലേക്ക് വരാം. ആക്സോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതിൽ കണ്ട ഈ ഒരു ലാർജ് ട്യൂബ് ഉണ്ടല്ലോ, അതാണ് ആക്സോൺ എന്ന് പറയുന്നത്. ഈ ആക്സോൺ പ്രൊഡ്യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ആക്സോൺ ഒറിജിനേറ്റ് ചെയ്യുന്ന സ്ഥലത്തെയാണ് നമ്മൾ ആക്സോൺ ഹിലോക്ക് എന്ന് പറയുന്നത്. ഓക്കെ, അതിനാണ് നമ്മൾ ആക്സോൺ ഹിലോക്ക് എന്ന് പറയുന്നത്. ഈ ആക്സോൺ എന്ത് ചെയ്യും? ആക്സോൺ ഇസ് എ ലോങ് തിൻ ഫൈബർ ദാറ്റ് ട്രാൻസ്മിറ്റ്സ് ദ സിഗ്നൽസ് അവേ ഫ്രം സോമ ടു അതർ ന്യൂറോൺസ് ഓർ ടു മസിൽസ് ഓർ ഗ്ലാൻഡ്സ്. ഗ്ലാൻഡ്സിലേക്കോ മസിൽസിലേക്കോ അതർ ന്യൂറോൺസിലേക്കോ ഒക്കെ ഈ ഇൻഫർമേഷനെ ട്രാൻസ്മിറ്റ് ചെയ്യാൻ ഏറ്റവും ആവശ്യമായിട്ടുള്ളത് എന്താണ്? ആക്സോൺസ് ആണ്. ഓക്കെ, ഈ ആക്സോണിന്റെ എൻഡില് നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും ഒരു സ്വെല്ലിംഗ് കാണാൻ പറ്റും അല്ലെ? ഈ സ്വെല്ലിങ്ങിനെയാണ് നമ്മൾ ടെർമിനൽ ബട്ടൺ അല്ലെങ്കിൽ എൻഡ് ബട്ടൺ എന്നൊക്കെ നമ്മൾ പറയുന്നത്. ഓക്കെ, ഈ ലാസ്റ്റ് ബാക്കിൽ വരുന്ന ഈ ബ്രാഞ്ചസിനെയാണ് അല്ലെങ്കിൽ ഈ ഒരു ടിപ്പിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ടെർമിനൽ ബട്ടൺ എന്ന് പറയുന്നത്. ഈ ടെർമിനൽ ബട്ടൺസ് ആണ് എന്ത് ചെയ്യുന്നത്? ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ്, ഒരു കെമിക്കൽ മെസ്സഞ്ചേഴ്സ് ഉണ്ട് നമ്മുടെ ബ്രെയിനിൽ. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ന്യൂറോ ട്രാൻസ്മിറ്റർ ആയിട്ടുള്ള എക്സാമ്പിൾ ഡോപ്പമിൻ. ഒക്കെ നമ്മൾ എപ്പോഴും ഇപ്പം സോഷ്യൽ മീഡിയയിലൊക്കെ കേൾക്കുന്ന ഒരു ന്യൂറോ ട്രാൻസ്മിറ്റർ ആണ് ഡോപ്പമിൻ. ഡോപ്പമിൻ ആയാലും നോറെപ്പിനെഫ്രിൻ, എപ്പിനെഫ്രിൻ, ഗാബ, അങ്ങനത്തെ ഒരുപാട് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ഉണ്ട്. അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ടെർമിനൽ ബട്ടൺ ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ടിപ്പ് ഓഫ് ദ ന്യൂറോൺ ആണ് ടെർമിനൽ ബട്ടൺ. അതാണ് ന്യൂറോ ട്രാൻസ്മിറ്ററിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് സിനാപ്സിലേക്ക് തിരിച്ചു വരുമ്പോൾ ഇതിന്റെ അറ്റത്ത് കാണുന്ന ആ ഒരു ബൾജ്, അതാണ് സിനാപ്സസ്. ഈ സിനാപ്സസ് ആണ് ഇറ്റ്സ് ജംഗ്ഷൻ where information is transmitted from one neuron to another neuron. ഇൻഫോർമേഷൻസ് ഒരു ന്യൂറോണിൽ നിന്ന് അടുത്ത ന്യൂറോണിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ജംഗ്ഷനെയാണ് നമ്മൾ സിനാപ്റ്റിക് ജംഗ്ഷൻ അല്ലെങ്കിൽ സിനാപ്സസ് എന്ന് പറയുന്നത്. ഓക്കെ, ദ ട്രാൻസ്മിഷൻ ഡിപ്പെൻഡ്സ് ഓൺ കെമിക്കൽ മെസ്സഞ്ചർ. അതായത് ന്യൂറോ ട്രാൻസ്മിറ്ററിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടായിരിക്കും ഈ ട്രാൻസ്മിഷൻ നടക്കുന്നത്. Okay, thus the information is received at the dendrites is passed through the soma and along the axon and it's transmitted to the dendrites of other cells at meeting points called synapses. അതായത് നമ്മുടെ ഡെൻഡ്രൈറ്റ്സ് നമ്മൾ എന്ത് ചെയ്യും? ഇൻഫോർമേഷൻസിനെ റിസീവ് ചെയ്യും. എന്നിട്ട് അത് സെൽ ബോഡിയിലേക്ക് വന്ന് അത് പിന്നെ ആക്സോണിലേക്ക് വന്ന് ആ ആക്സോണിൽ നിന്ന് എന്ത് പോകും? ആ ആക്സോണിൽ നിന്ന് ടെർമിനൽ ബട്ടണിലേക്ക് വരും. ദെൻ അവിടുന്ന് സിനാപ്സ്. ആ സിനാപ്സ് എന്ന് പറയുന്ന
പോയിന്റ് ആണ് വേറെ ന്യൂറോനായിട്ട് ഇൻഫോർമേഷൻസ് പാസ് ചെയ്യുന്ന ജംഗ്ഷൻ എന്ന് പറയുന്നത്. അതായത് ഡെൻഡ്രൈറ്റ്സ് ഇൻഫോർമേഷൻസിനെ എടുക്കും, സിനാപ്സസ് അത് സിനാപ്റ്റിക് ജംഗ്ഷനിൽ വെച്ചിട്ട് അടുത്ത ന്യൂറോണിലേക്ക് അത് പാസ് ചെയ്യും, അടുത്ത ന്യൂറോണിന്റെ ഡെൻഡ്രൈറ്റിലേക്ക് അത് പാസ് ചെയ്യും. സോ ഈ ആക്സോൺ എന്ന് പറയുന്നത് മൈലിൻ ഷീത്ത് വെച്ച് പ്രൊട്ടക്റ്റഡ് ആണ്. നിങ്ങൾക്ക് അതിൽ കാണാം, ഈ ഒരു ഡയഗ്രാം നിങ്ങൾക്ക് കാണാൻ പറ്റും. മൈലിൻ ഷീത്ത് വെച്ച് പ്രൊട്ടക്റ്റഡ് ആണ് ആക്സോൺ എന്ന് പറയുന്നത്. ഈ മൈലിൻ രണ്ട് ഷീത്തുകളുടെ ജംഗ്ഷനിൽ വരുന്ന സ്ഥലത്തിനെയാണ് നമ്മൾ നോഡ് ഓഫ് റാൻവീർ എന്ന് പറയുന്നത്. ഈ ഒരു മൈലിൻ ഷീത്തായാലും നോഡ് ഓഫ് റാൻവീർ എന്ന് പറയുന്നതും ഈ ട്രാൻസ്മിഷന് നമ്മൾ വരുന്ന ഈ ഇലക്ട്രിക്കൽ ഇമ്പൾസസിന് നമ്മുടെ ന്യൂറോൺ ഇമ്പൾസസിന് നമ്മുടെ സ്പീഡ് കൂട്ടാനും അതിനെ റെഗുലേറ്റ് ചെയ്യാനും നമ്മളെ സഹായിക്കുന്നതാണ് മൈലിൻ ഷീത്തും അതേപോലെ തന്നെ നോഡ് ഓഫ് റാൻവീറും. ഓക്കെ, അപ്പൊ ഇതാണ് ഒരു ന്യൂറോണിന്റെ സ്ട്രക്ചറും. നമ്മൾ ബേസിക് ആയിട്ട് ന്യൂറോണിന്റെ സ്ട്രക്ചർ പറഞ്ഞു. അതായത് ഡെൻഡ്രൈറ്റ്സ് ഇൻഫോർമേഷൻസിനെ റിസീവ് ചെയ്യും, അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും, അത് കഴിഞ്ഞിട്ട് ന്യൂക്ലിയസ് സോമ സെൽ ബോഡിയിലേക്കാണ് അത് പോകുന്നത്. അത് കഴിഞ്ഞിട്ട് ആക്സോണിലേക്ക് പോകും. ആക്സോൺ അത് പാസ് ചെയ്തിട്ട് ടെർമിനൽ ബട്ടണിലേക്ക് സിനാപ്സിസിന്റെ ജംഗ്ഷനിലൂടെ എന്ത് ചെയ്യും, അടുത്ത ന്യൂറോണിലേക്ക് അത് പാസ് ചെയ്യും ഇൻഫോർമേഷൻസ്. ഇതാണ് സ്ട്രക്ചർ ഓഫ് ന്യൂറോൺ. നിങ്ങളുടെ സിലബസിൽ സ്പെസിഫിക്കലി ഇനി ടൈപ്പ് ഓഫ് ന്യൂറോൺസ് പറഞ്ഞിട്ടില്ല. ബട്ട് സ്റ്റിൽ നമ്മൾ ന്യൂറോൺ പഠിക്കുമ്പോൾ ടൈപ്സ് ഓഫ് ന്യൂറോൺ എന്തായാലും പഠിച്ചിരിക്കേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, നമ്മൾ ഇനി പറയാൻ പോകുന്നത് ടൈപ്സ് ഓഫ് ന്യൂറോൺ ആണ്. ഓക്കെ, ഈ ടൈപ്സ് ഓഫ് ന്യൂറോണിനെ തന്നെ 2 ടൈപ്പാക്കി തരംതിരിച്ചിട്ടുണ്ട്. അതായത് ടൈപ്സ് ഓഫ് ന്യൂറോണ് ബേസ്ഡ് ഓൺ ഒറിജിനും ഉണ്ട്, ബേസ്ഡ് ഓൺ ഫങ്ഷനും ഉണ്ട്. ഓക്കെ, ഈ ബേസ്ഡ് ഓഫ് ഒറിജിനിൽ വരുമ്പോൾ അതിൽ 4 തരമാണ്: യൂണിപോലാർ, സ്യൂഡോ യൂണിപോലാർ, ബൈപോലാർ, മൾട്ടിപോലാർ. യൂണിപോലാർ എന്താ, അത് നിങ്ങൾക്ക് ഈ ഒരു ഡയഗ്രാം കണ്ടാൽ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഈ ഡയഗ്രാം എക്സാംസിനൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്ന ഒരു കാര്യമായിരുന്നു. യൂണിപോലാർ ന്യൂറോൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എംബ്രിയോയിലൊക്കെയാണ് യൂണിപോലാർ ന്യൂറോൺ നമുക്ക് കാണാൻ പറ്റുക. അതായത് സിംഗിൾ ആയിട്ടുള്ള ഒരു സെൽ ബോഡി, സിംഗിൾ ആയിട്ടുള്ള സെൽ ബോഡി ഉണ്ടാവും, അതേപോലെ സിംഗിൾ ആക്സോണും ഉണ്ടാവും. ഇത് മാത്രമാണ് അതിലുണ്ടാവുക. ഇനി സ്യൂഡോ യൂണിപോലാറിലേക്ക് വരുമ്പോൾ ഒരു സെൽ ബോഡി ഉണ്ടായിരിക്കും, എ സിംഗിൾ ഫൈബർ ഡിവൈഡിങ് ഇൻ ടു ആൻ ആക്സോൺ ആൻഡ് ഡെൻഡ്രൈറ്റ്. യൂണിപോലാറിൽ അവിടെ ഡെൻഡ്രൈറ്റ് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടാവില്ല. സ്യൂഡോ യൂണിപോലാറിൽ ഒരു സെൽ ബോഡി ഉണ്ടായിരിക്കും, ഒരൊറ്റ സിംഗിൾ ഫൈബർ ആയിരിക്കും ആക്സോൺ ആയിട്ടും ഡെൻഡ്രൈറ്റ് ആയിട്ടും ഡിവൈഡ് ചെയ്തിട്ടുണ്ടാവുക. ഇനി ബൈപോലാറിലേക്ക് വരുന്ന സമയത്ത് ഫൗണ്ട് ഇൻ ദ റെറ്റിനയിലാണ് നമ്മൾ റെറ്റിന, ഇയർ പോലത്തെ കാര്യങ്ങളിലാണ് നമ്മൾ ബൈപോലാർ ന്യൂറോൺ കണ്ടെത്തുന്നത്. ഇറ്റ് കണ്ടെയ്ൻസ് എ സെൽ ബോഡി ആൻഡ് എ സിംഗിൾ ആക്സോൺ ആൻഡ് ഡെൻഡ്രൈറ്റ്സ്. അതിനൊരു സെൽ ബോഡി ഉണ്ടായിരിക്കും, ഒരു സിംഗിൾ ആക്സോൺ ഉണ്ടായിരിക്കും, ഡെൻഡ്രൈറ്റ്സ് ഉണ്ടായിരിക്കും. ഇനി മൾട്ടിപോലാറിലേക്ക് വരുമ്പോഴോ, found in brain and spinal cord, it contains a cell body with a single axon and many dendrites. ഇപ്പൊ 3 നേരം നമ്മൾ പഠിച്ച ആ സാധനമാണ് മൾട്ടിപോലാർ ന്യൂറോൺസ്. അതിൽ ഒരുപാട് ഡെൻഡ്രൈറ്റ്സ് ഉണ്ടായിരിക്കും, ഒരു ആക്സോൺ ഉണ്ടായിരിക്കും, അതേപോലെ തന്നെ ഒരു സെൽ ബോഡി ഉണ്ടായിരിക്കും. ഓക്കെ, ക്ലിയർ? ദിസ് ആർ ദ ടൈപ്സ് ഓഫ് ന്യൂറോൺ ഇൻ ദ ബേസിസ് ഓഫ് ഒറിജിൻ. അത് ഒറിജിനേറ്റ് ചെയ്യുന്ന ബേസിസിലാണ് ഇത് പറയുന്നത്: യൂണിപോലാർ, സ്യൂഡോ യൂണിപോലാർ, ബൈപോലാർ ആൻഡ് മൾട്ടിപോലാർ. ഓക്കെ, ഇനി നമ്മൾ ടൈപ്സ് ഓഫ് ന്യൂറോൺ പറയുന്നത് സെൻസറി ന്യൂറോൺസ്, മോട്ടോർ ന്യൂറോൺസ്, ഇന്റർ ന്യൂറോൺസ്, വിച്ച് ഇസ് ബേസ്ഡ് ഓൺ ഫങ്ഷൻ. ഫങ്ഷൻസിനെ ബേസ് ചെയ്തിട്ടാണ് വരുന്നത്. അതായത് സെൻസറി ന്യൂറോൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബ്രെയിനിൽ നിന്നുള്ള അല്ലെങ്കിൽ നമ്മുടെ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൽ നിന്നുള്ള ഇൻഫോർമേഷൻസ് ബാക്കി ബോഡി പാർട്സിലേക്ക് ക്യാരി ചെയ്യുന്ന ന്യൂറോൺസ് ആണ് സെൻസറി ന്യൂറോൺസ് എന്ന് പറയുന്നത്. ക്ലിയർ? മോട്ടോർ ന്യൂറോൺസ് എന്ന് പറയുന്നത് ബാക്കി ബോഡി പാർട്സ് നമ്മുടെ ശരീരത്തിലുള്ള ബാക്കി ബോഡി പാർട്സ് സെൻട്രൽ നെർവസ് സിസ്റ്റത്തിലേക്ക് അല്ലെങ്കിൽ ബ്രെയിനിലേക്ക് കൊണ്ടുവരുന്ന ഇൻഫോർമേഷൻസിനെ കൊണ്ടുവരുന്ന ന്യൂറോൺസ് ആണ് മോട്ടോർ ന്യൂറോൺസ് എന്ന് പറയുന്നത്. ഇനി ഇന്റർ ന്യൂറോൺസ് എന്ന് പറയുന്നത് connects neurons to other neurons within the region of brain or spinal cordലുള്ള റേഞ്ചില് ഒരു ന്യൂറോൺ അടുത്ത ന്യൂറോൺ നമ്മൾ കണക്ട് ചെയ്യും. ഇതിൽ സെൻസറി ന്യൂറോണും ഉണ്ട്, മോട്ടോർ
ഈ സെൻസറി ന്യൂറോൺ നമ്മൾ അഫറന്റ് ന്യൂറോൺ എന്നും മോട്ടോർ ന്യൂറോൺസ് നമ്മൾ ഇഫറന്റ് ന്യൂറോൺസ് എന്നും പറയും. അത് ആ വാക്ക് കണ്ടുപിടിക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് എന്താ പറയാ പേപ്പേഴ്സിലൊക്കെ വരുന്നത് ഇഫറന്റ് അഫറന്റ് എന്നായിരിക്കും, ഇപ്പൊ തെറ്റിപ്പോകരുത്. അഫറന്റ് ന്യൂറോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൻസറി ന്യൂറോൺസും ഇഫറന്റ് ന്യൂറോൺസ് എന്ന് പറഞ്ഞാൽ മോട്ടോർ ന്യൂറോൺസും ആണ്. ഓക്കെ, അതായത് നമ്മുടെ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൽ നിന്ന് ബാക്കി ബോഡി പാർട്സിലേക്ക് ഇൻഫോർമേഷൻസ് കൊണ്ടുപോകുന്ന ന്യൂറോൺസ് ആണ് സെൻസറി ന്യൂറോൺസ്. നേരെ തിരിച്ച് മോട്ടോർ ന്യൂറോൺസ് അല്ലെങ്കിൽ ഇഫറന്റ് ന്യൂറോൺസ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ബാക്കി ബോഡി പാർട്സിൽ നിന്ന് ബ്രെയിനിലേക്ക് ഇൻഫോർമേഷൻസിനെ കൊണ്ടുവരുന്നതാണ് ഇഫറന്റ് ന്യൂറോൺ അല്ലെങ്കിൽ മോട്ടോർ ന്യൂറോൺ. ഇന്റർ ന്യൂറോൺ എന്ന് പറഞ്ഞാൽ രണ്ടും ഉണ്ടായിരിക്കും, സെൻസറി ന്യൂറോണും ആയിരിക്കും, അവർ മോട്ടോർ ന്യൂറോൺ ആയിരിക്കും. ബ്രെയിൻ സ്പൈനൽ കോഡിലൊക്കെ ഉള്ള എന്താ പറയാ ന്യൂറോൺസിനായിട്ട് കണക്ട് ചെയ്യുന്ന ന്യൂറോൺസ് ആണ് ഇന്റർ ന്യൂറോൺസ്. ഓക്കെ, സോ ദിസ് ആർ ദ ടൈപ്സ് ഓഫ് ന്യൂറോൺ. അപ്പൊ നമ്മള് സ്ട്രക്ചർ ഓഫ് ന്യൂറോണും പറഞ്ഞു, അതേപോലെ ടൈപ്സ് ഓഫ് ന്യൂറോണും പറഞ്ഞു. ഓക്കെ, ഇനി നമ്മള് ബ്ലഡ് ബ്രെയിൻ ബാരിയർ. ബ്ലഡ് ബ്രെയിൻ ബാരിയർ ആ പേരിൽ തന്നെ ഉണ്ട്, ഒരു ബാരിയർ ആയി നിൽക്കുന്ന മെക്കാനിസത്തിനെയാണ് നമ്മൾ ബ്ലഡ് ബ്രെയിൻ ബാരിയർ എന്ന് പറയുന്നത്. ഓക്കെ, the mechanism that keeps most of the chemicals out of the vertebrate brain is known as the blood brain barrier. അതായത് നമ്മുടെ ബ്രെയിനില് ഈ ന്യൂറോൺസിനെ കൺട്രോൾ ചെയ്യാനും സ്റ്റിമുലേറ്റ് ചെയ്യാനും വേണ്ടിയിട്ട് ഭയങ്കര സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് വേണം. ബ്രെയിനിലെ സെൽസിന് നമ്മുടെ ന്യൂറോൺസിനെ കൺട്രോൾ ചെയ്യാനും അതേപോലെ സ്റ്റിമുലേറ്റ് ചെയ്യാനും ഒക്കെ വേണ്ടിയിട്ട് അതിന് ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് വേണം. അതിന് വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യും, സർട്ടൈൻ ആയിട്ടുള്ള മെറ്റീരിയൽസ് മാത്രമാണ് ബ്ലഡ് വെസൽസ് നിന്ന് ബ്രെയിനിലേക്ക് പാസ് ചെയ്യുക. അതായത് ഇപ്പൊ കാർബൺ ഡൈ ഓക്സൈഡ്, ഓക്സിജൻ, ഗ്ലൂക്കോസ്, വാട്ടർ പോലത്തെ സർട്ടൈൻ ആയിട്ടുള്ള മെറ്റീരിയൽസ് മാത്രമാണ് ബ്രെയിനിലേക്ക് ബ്ലഡ് വെസൽസ് നിന്ന് പാസ് ചെയ്യുക. ബാക്കിയുള്ള ടോക്സിക് ആയിട്ട് അല്ലെങ്കിൽ സൈക്കോ ആക്റ്റീവ് ഡ്രഗ്സ് പോലത്തെ ടോക്സിൻസ് ഒക്കെ എന്ത് ചെയ്യും, അതൊന്നല്ലെങ്കിൽ കംപ്ലീറ്റ്ലി അവര് ബ്രെയിനിലേക്ക് വരാതിരിക്കാൻ വേണ്ടി ബ്ലോക്ക് ചെയ്യും, അല്ലെങ്കിൽ ഭയങ്കര ലിമിറ്റഡ് ആയിട്ടുള്ള ആക്സസ് മാത്രമേ കൊടുക്കുള്ളൂ. ഇതിനാണ് നമ്മൾ ബ്ലഡ് ബ്രെയിൻ ബാരിയർ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് നമ്മുടെ കെമിക്കൽസ് അല്ലെങ്കിൽ മെറ്റീരിയൽസ് ഒക്കെ ഉള്ളിലേക്ക് കടന്ന് വരാൻ വേണ്ടിയിട്ട് മീൻസ് വരാൻ വേണ്ടിയതായിട്ടുള്ള മെറ്റീരിയൽസിനെ മാത്രം അവർ കടത്തിവിടും. ബാക്കി ടോക്സിൻസ് ആയിട്ടുള്ള സൈക്കോ ആക്റ്റീവ് ആയിട്ടുള്ള ഡ്രഗ്സോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ലിമിറ്റഡ് ആക്സസേ കൊടുക്കുള്ളൂ, അല്ലെങ്കിൽ അത് കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് ചെയ്യും. ഇതാണ് ബ്ലഡ് ബ്രെയിൻ ബാരിയർ. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ്. അപ്പൊ നമ്മൾ ഇവിടെ പഠിച്ചിട്ടുള്ള ടോപ്പിക്സുകൾ ഒന്നും കൂടി റീകോൾ ചെയ്യാം. ഫസ്റ്റ് നമ്മൾ പഠിച്ചത് എന്താന്ന് വെച്ചാൽ ന്യൂറോൺ, അതിന്റെ സ്ട്രക്ചർ, അതിന്റെ ടൈപ്സ്, പിന്നെ നമ്മൾ ബ്ലഡ് ബ്രെയിൻ ബാരിയർ. നമ്മൾ പഠിക്കാൻ പോകുന്നത് സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ്. സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്പൈനൽ കോഡിൽ ഉണ്ടാവുന്ന ഒരു ഫ്ലൂയിഡ് ആണ് സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ്. ഓക്കെ, the ventricles and the central canal of the spinal cord contain cerebrospinal fluid. സ്പൈനൽ കോഡിലുള്ള വെൻട്രിക്കിൾസ് അതേപോലെ സെൻട്രൽ കനാൽ ഒക്കെ സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ് എന്ന് പറയുന്ന ഒരു ഫ്ലൂയിഡ്, ക്ലിയർ ഫ്ലൂയിഡ് വിച്ച് ഇസ് സിമിലർ ടു ബ്ലഡ് പ്ലാസ്മ. ബ്ലഡ് പ്ലാസ്മയാണ് സിമിലർ ആയിട്ട് വരുന്ന ഒരു ക്ലിയർ ഫ്ലൂയിഡ് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ സ്പൈനൽ കോഡിലുണ്ട്. അതിനാണ് നമ്മൾ സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ് എന്ന് പറയുന്നത്. ഓക്കെ, per day 500 ml of CSF circuits through our brain and spinal cord. നമ്മുടെ സ്പൈനൽ കോഡും ബ്രെയിനിലൂടെയും 500 ml of CSF per day അക്യുമുലേറ്റ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഇതിന്റെ മെയിൻ ഫങ്ഷൻസ് എന്താ, ഈ ഫ്ലൂയിഡിന്റെ ഫങ്ഷൻ എന്തായിരിക്കും? CSF cushions the brain against the mechanical shock when the head moves, thereby reducing injury. നമ്മുടെ ഹെഡ് മൂവ് ചെയ്യുമ്പോൾ ആ ഒരു മെക്കാനിക്കൽ ഷോക്കിൽ നിന്ന് നമ്മൾ ബ്രെയിനെ പ്രൊട്ടക്ട് ചെയ്തിട്ട് നമ്മുടെ ഒരു എക്സ്റ്റേണൽ ഇഞ്ചുറിയിൽ നിന്നും നമ്മുടെ ബ്രെയിനിനെ രക്ഷപ്പെടുത്തുന്ന ഒരു ഫ്ലൂയിഡാണ് CSF. അതൊരു കുഷ്യൻ പോലെ ആയിരിക്കും പ്രവർത്തിക്കുന്നത്. അതേപോലെ നമ്മുടെ ആ ഒരു അക്യുമുലേഷൻ, ആ ഒരു ഫ്ലൂയിഡിന്റെ അക്യുമുലേഷൻ എന്ന് പറയുന്നത് നമ്മുടെ വെയിറ്റ്സ് ഓഫ് ദ ബ്രെയിനിനെ സപ്പോർട്ട് ചെയ്യാനും
സഹായിക്കും. ഈ സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ് ആണ് ഹോർമോൺസിന്റെയും ന്യൂട്രീഷൻസിന്റെയും ഒരു റിസർവോയർ ആയിട്ട് ബിഹേവ് ചെയ്യുന്നത്. ബ്രെയിനിലേക്ക് വരാനുള്ള ന്യൂട്രീഷൻസിന്റെയും ഹോർമോൺസിന് ബ്രെയിൻ അല്ലെങ്കിൽ സ്പൈനൽ കോഡ് നെർവസ് സിസ്റ്റത്തിലേക്ക് സെൻട്രൽ നെർവസ് സിസ്റ്റത്തിലേക്ക് വരാനുള്ള ഒരു ന്യൂട്രിയൻസിന്റെയും ഹോർമോൺസിന്റെയും റിസർവോയർ, അത് റിസീവ് ചെയ്യുന്നത് CSF ആണ്. അതേപോലെ CSF ചെയ്യുന്ന ഒരു കാര്യമാണ് വേസ്റ്റ് മെറ്റീരിയൽസ്. നമ്മുടെ ബ്രെയിനിലും സ്പൈനൽ കോഡിലുമുള്ള വേസ്റ്റ് മെറ്റീരിയൽസ് എന്ത് ചെയ്യും? അത് റിമൂവ് ചെയ്യും. ഓക്കെ, these are the functions of cerebrospinal fluid. കുഷ്യനായി നിന്ന് മെക്കാനിക്കൽ അല്ലെങ്കിൽ എക്സ്റ്റേണൽ ഷോക്കിൽ നിന്നിട്ട് നമ്മളെ ബ്രെയിനിനെ രക്ഷിച്ച് അതിനെ ഇഞ്ചുറിയിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യും. നെക്സ്റ്റ് നമ്മൾ ഹെഡിന്റെ വെയിറ്റ്, ബ്രെയിനിന്റെ വെയിറ്റ് സപ്പോർട്ട് ചെയ്യാനായിട്ട് നമ്മളെ സഹായിക്കും. അതേപോലെ തന്നെ ഈ ഹോർമോൺസ് ന്യൂട്രീഷൻസ് ഒക്കെ റിസീവ് ചെയ്യാനായിട്ട് സഹായിക്കും. ലാസ്റ്റ് ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡിൽ നിന്ന് വരുന്ന വേസ്റ്റ് മെറ്റീരിയൽസ് റിമൂവ് ചെയ്യാൻ സഹായിക്കും. സോ ദിസ് ഇസ് സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ്. അപ്പൊ നമ്മൾ ഈ ഒരു മൊഡ്യൂളിന്റെ ഫസ്റ്റ് ടോപ്പിക്കാണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. അതിൽ നമ്മൾ ചെറിയ ടോപ്പിക് ആണ്, ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. പക്ഷെ ഈ ബേസിക് അറിഞ്ഞിട്ടേ കാര്യമുള്ളൂ ബാക്കിയുള്ള കാര്യങ്ങൾ പഠിക്കണമെങ്കിൽ. ന്യൂറോൺസിനെ കുറിച്ച് പറഞ്ഞു. ന്യൂറോൺസ് പറഞ്ഞാൽ നമ്മൾ സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് നെർവസ് സിസ്റ്റം ആണെന്ന് പറഞ്ഞു. അതേപോലെ സ്ട്രക്ചർ ഓഫ് ദ ന്യൂറോൺ, സെൽ ബോഡി, ഡെൻഡ്രൈറ്റ്സ്, മൈലിൻ ഷീത്ത്. ഇതിൽ ഞാൻ നിങ്ങളുടെ സിലബസിൽ 3 കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. മൈലിൻ ഷീത്ത് ആയാലും നോൺ ഓഫ് റാൻവിയർ ഒക്കെ ആയാലും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതൊക്കെ അറിഞ്ഞിരിക്കുക, അതിൻ്റെയൊക്കെ ഇമ്പോർട്ടൻസ് അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ്, അതിന്റെ ഫങ്ഷൻ അറിഞ്ഞിരിക്കുക എന്നുള്ളത്. ദെൻ നമ്മൾ സെൽ ബോഡി, ഡെൻഡ്രൈറ്റ്സ്, ആക്സോൺസ്, ടൈപ്സ് ഓഫ് ന്യൂറോൺ പറഞ്ഞു. അത് ഈ ഒരു ഡയഗ്രാം, ന്യൂറോണിന്റെ ഡയഗ്രാം, അതേപോലെ ടൈപ്സ് ഓഫ് ന്യൂറോണിന്റെ ഡയഗ്രാം ഒക്കെ കമ്പൽസറി ആയിട്ട് ഓർത്തിരിക്കണം. Then types of neuron, blood brain barrier, cerebrospinal fluid. അപ്പൊ നമ്മളിനി ഈ മൊഡ്യൂളിൽ തന്നെ അടുത്ത ഒരു ടോപ്പിക്കിലേക്ക് പോവാണ്.